നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ചിറക്കൽ തെയ്യം ഗാലറി ഇനി മുതൽ സന്ദർശകർക്കായി തെയ്യം കലയുടെ വിസ്മയലോകം തുറന്നിടും. കേരള ഫോക്ലോർ അക്കാദമി ആസ്ഥാനത്ത് പി.കെ. കാളൻ ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ തെയ്യം കലയുടെ ദൃശ്യാനുഭവം പങ്കുവയ്ക്കുന്ന ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കഴിഞ്ഞ ദിവസമാണ് നിർവഹിച്ചത്. സമ്പന്നമായ സാംസ്കാരിക കലാചരിത്രത്തെ സൂക്ഷിച്ചുവെച്ച് വരും കാലത്തിന് പകർന്നു നൽകേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. അത്തരത്തിലൊരു ഉദ്യമമാണ് ചിറക്കൽ തെയ്യം ഗാലറി എന്നും മന്ത്രി പറഞ്ഞു. ആ തെയ്യം മ്യൂസിയം വൈകാതെ ഒരു യാഥാർത്ഥ്യ ഘട്ടങ്ങളിലേക്ക് എത്തിച്ചേരുകയും നമ്മുടെ ചരിത്രത്തിൻ്റെ സൂക്ഷിപ്പുകൾ അതിൻ്റെ ഭാഗമായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്, അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വർത്തമാനകാല സാഹചര്യത്തിലാണ് നമ്മുടെ നാട് നിൽക്കുന്നത്. അത് ചരിത്രമാണ്. ചരിത്രം സൃഷ്ടിച്ച ചരിത്ര നായകന്മാർ അതുപോലെ പ്രാധാന്യം വഹിക്കുന്നവരാണ്. അതുകൊണ്ട് ചരിത്രം മാറ്റുകയും ചരിത്ര പുരുഷന്മാരെ തിരോഗതമാക്കുകയും ചെയ്യുന്ന രൗദ്രഭാവങ്ങൾ എവിടെ നിന്നുണ്ടായിരുന്നാൽ ശരി, അതൊന്നും അംഗീകരിക്കാനും സ്വീകരിക്കാൻ കഴിയുന്നതല്ല. സാംസ്കാരിക പ്രവർത്തകതയുടെ നിങ്ങളുടെ മനസ്സ്, നമ്മുടെ മനസ്സ്, കേരളത്തിൻ്റെ മനസ്സ് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞറിയിക്കാനായിട്ടേ. അതുകൊണ്ട് നാളെ എന്തായിരിക്കും ചരിത്രം. തെയ്യം കലാകാരന്മാരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. 45 വർഷത്തിന് ശേഷം 2023 നടന്ന ചിറക്കൽ പെരിങ്കളിയാട്ടത്തിൽ കെട്ടിയാടിയ തെയ്യക്കോലങ്ങളുടെ ചിത്രങ്ങൾ അനാവരണം ചെയ്യുന്ന ആർട്ട് ഗാലറി പുതുതലമുറയ്ക്ക് തെയ്യം കലയുടെ വൈവിധ്യമാർന്ന ലോകത്തെക്കുറിച്ച് അറിവുകൾ പകർന്നു നൽകുന്നതാണ്. ഗാലറി ഉദ്ഘാടന ചടങ്ങിൽ തെയ്യം കലാകാരന്മാരെ ആദരിക്കുകയും ചെയ്തു. ചടങ്ങിൽ കാർഷിക സർവകലാശാലയുടെ സഹകരണത്തോടെ 100 തെയ്യക്കാവുകളിലേക്ക് സമർപ്പിക്കുന്ന 5000 കമുങ്ങിൻ തൈകളുടെ വിതരണോദ്ഘാടനം കെ.വി. സുമേഷ് എം.എൽ.എ. നിർവഹിച്ചു. കേരള ഫോക്ലോർ അക്കാദമിക്ക് പുതിയ ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കാൻ എം.എൽ.എ. ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ICAR ഡയറക്ടർ ഡോക്ടർ വി. വെങ്കട സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ബാലകൃഷ്ണൻ കൊയ്യാൽ രചിച്ച നമ്മുടെ നാടൻ കലകൾ പുസ്തകത്തിൻ്റെ പുനഃപ്രകാശനം മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി കാർഷിക സർവകലാശാല അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ശ്രീവത്സൻ ജെ. മേനോന് നൽകി നിർവഹിച്ചു. കമുക കൃഷിയുടെ ശാസ്ത്രീയ രീതി എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാല അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ പി. ജയരാജ് വിഷയാവതരണം നടത്തി. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രുതി, വാർഡ് മെമ്പർ കസ്തൂരി ലത, ഫോക്ലോർ അക്കാദമി സെക്രട്ടറി A.B. അജയകുമാർ, വൈസ് ചെയർമാൻ കോയ കാപ്പാട്, കാർഷിക സർവകലാശാല മുൻ ഫാം സൂപ്രണ്ട് TV. സുരേന്ദ്രൻ, ഫോക്ലോറിസ്റ്റ് ചന്ദ്രമുട്ടത്ത്, റിട്ടയർഡ് പ്രൊഫസർ MM. മണി, തെയ്യം ഗാലറി നിർവാഹകൻ സജി മാടപ്പാട്ട്, പ്രോഗ്രാം ഓഫീസർ PV. ലവ്ലിൻ എന്നിവർ സംസാരിച്ചു. ചെറുതാഴം രാമേന്ദ്ര പണിക്കരും സംഘവും അവതരിപ്പിച്ച കോതാമൂരിയാട്ടവും ശ്രീ ശങ്കരം തിരുവാതിര ടീം അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.